ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, ഇതുവരെയും തന്നിട്ടുള്ളതിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായി ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന സന്തോഷ വാർത്തകൾ? 2 ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് വാൻഡ്സ്, the moon, a 5 of cups, Three of swords, Queen of Pentacles, the Hierophant, Hanged Man, Nine of Pentacles, Four of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. ട്രസ്റ്റ്, സ്ലോയിങ് ഡൗൺ, ടേണിങ് ഇൻ. The source, friendliness, sorrow, aloneness, breakthrough, കമ്പാരിസൺ, ഗൈഡൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ടാരോ കാർഡ്സിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. കണ്ടില്ലേ? 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് നല്ലൊരു ഭാഗ്യസമയം വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലേ? ഇതൊക്കെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ഓർ ദ ഹെയറോഫൻ്റ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈൻ മസ്കുലൈൻ എനർജി ധാരാളമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. സോഡിയാക് സൈനൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് അറിയാം.
അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളിവിടെ മൂൺ എനർജിയാണ്, ഇവിടെയും മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, മൂണിൻ്റെ എനർജി ഇവിടെ ധാരാളമായിട്ട് വന്നിരിക്കുന്നത് ഫുൾ മൂൺ അല്ലേ. ഫുൾ മൂണിൻ്റെ എനർജി ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് മൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണാം. ചഞ്ചല ചിത്തമാണ് മനസ്സ്, കുറച്ചൊക്കെ ചഞ്ചലമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, കുറച്ച് ഒരുപാട് ഇമോഷൻസിനെ കാണിക്കുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് കാണുന്നത്. ഈ ഇമോഷൻസിനെ കാണിക്കുന്നതുണ്ടല്ലോ, പെട്ടെന്ന് ഇതിനെ അങ്ങ് സോൾവ് ആക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇതിന് ഒന്ന് റിക്കവർ ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് എന്നിവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ 2 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. ഇതെന്താണ്, മൈനർ അർക്കാനയാണ്. ഇത് പെട്ടെന്ന് തീരുന്ന സംഭവമാണ്, പെട്ടെന്ന് തീരുന്ന വിഷമം ആണ്, അല്ലെങ്കിൽ തീരുന്ന പ്രശ്നമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 1-2 സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ കുഴങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ കാണുന്നു. സാമ്പത്തിക പ്രശ്നം എന്ന് പറയുമ്പോൾ അത് എന്ത് വേണം, എങ്ങനെ അത് ചെലവഴിക്കണം എന്നുള്ള ചിന്തകൾ, 2 ചിന്തകളിൽ നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്ര ഒരു വല്ലാത്തൊരു എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്, അടുത്തതായിട്ട് ജോലി സാധ്യതകളുള്ള എനർജിയും അടുത്തതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഈ മൂൺ എനർജി കൊണ്ടായിരിക്കണം ചില ഇമോഷൻസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഹൃദയപരമായ ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. അത് കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് സാമ്പത്തികപരമായ പ്രശ്നമാണെന്നും കാണുന്നുണ്ട്. ചിലർക്ക് ജോലി സംബന്ധമായ പ്രശ്നമാണ്, ജോലി കിട്ടുമോ ഇല്ലയോ, ആ ജോലിക്ക് കുറച്ച് ദൂരെയായി പോകേണ്ടതുണ്ട്, അവിടെ പോകണം, പോയാൽ അത് എങ്ങനെയാണ്, അത് ശരിയാകുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുമോ, പുതിയതായിട്ടൊരു ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടി അത് ലഭിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളിൽ നിങ്ങളിവിടെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ മൈൻഡ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ്, പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സ് 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ടു പോയി സ്നേഹമുണ്ട്, ഇവിടെ സ്നേഹമില്ല എന്നുള്ള ചിന്തയിൽ കഴിയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്, യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ഇവിടെ സാമ്പത്തികം വരുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജോലിയിലേക്ക് പോകാനും നിങ്ങൾക്ക് പ്രശസ്തിയും പദവിയും ഒക്കെ നേടിയെടുക്കാനുള്ള ഒരു സമയമാണെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൂണിൻ്റെ എനർജിയിൽ ഇവിടെ പേടി അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളിൽ സൊസൈറ്റി ഫിയറാണ്, സമൂഹത്തിലുള്ള ആൾക്കാരെന്ത് പറയും എന്നൊക്കെയുള്ള ഒരു എനർജി, അല്ലാതെ വേറൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തെറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാവാം, അല്ല എങ്കിൽ മറ്റ് ആരെങ്കിലുമായിട്ടുള്ള പ്രശ്ന നിമിത്തം ചിലപ്പോൾ വഴക്കിട്ടിരിക്കാം, അല്ല എങ്കിൽ ചിലപ്പോൾ ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പേടി അനുഭവപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ഈ ഒരു സമയത്ത് അത് കൂടുതലായിട്ടുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. വാൺസ് ഫയർ സൈനാണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സോഡ്, പെൻറ്റക്കിൾ, വാൺസ്, അതുപോലെ തന്നെ കപ്പ് എനർജി, ഇത് 4 എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. സോഡിയക് സൈനാണ് ഞാനിവിടെ പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, നവഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള എനർജിയാണിത് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ തന്നെ എനർജിയാണിത്, അല്ലാതെ മറ്റാരുടെയും അല്ല, നിങ്ങളുടേതായ കാര്യങ്ങളാണിത്. എല്ലാവരുടെയും എനർജി ഒന്നല്ലല്ലോ, പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളല്ലേ, പല തരത്തിലുള്ള സാഹചര്യമാണ്, അതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് 3 ഓഫ് സോഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയപരമായി ചിലപ്പോൾ ചിലർ ഒരുപാട് മുറിപ്പെട്ട അവസ്ഥ, ഒത്തിരി വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അതും ചിലപ്പോൾ സാമ്പത്തികമായ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സ്നേഹിച്ചവർ തമ്മിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആവാം. പിന്നെ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയും ആവാം. ചിലപ്പോൾ നിസ്സാരമായ ഒരു തലവേദനയായാലും മതി, അതിനെക്കൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചു വന്നിരിക്കാം. ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷം വരേണ്ടതായ ഒരു സമയമാണ്, അത്രമാത്രം നല്ലൊരു എനർജിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെ നിങ്ങളിൽ ചിലർക്കൊക്കെ അത് പാസ്റ്റിലെ കാര്യമായിരിക്കാം,
കഴിഞ്ഞുപോയ കാര്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ സാമ്പത്തികമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ജോലി നേടണം, എന്തോ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവും. ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചിന്തിക്കുന്നത് അതുതന്നെയാണ്. അത് ചിന്തിച്ചിട്ടാണ് കുറേ വിഷമം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത് എന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ജോലികൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ഉണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന ഒരു എനർജി ഉണ്ട്. മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാടുള്ളത്. മറ്റുള്ളവരെ പറഞ്ഞു തിരുത്തി കൊടുക്കാൻ, നല്ല വഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന ഒരവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. അത്രമാത്രം നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പലരും ഇവിടെ ചിലപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റാതെ കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ സാമ്പത്തികത്തിൻ്റെ ഒരു സഫലത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സാമ്പത്തികത്തിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ല? പിന്നെ ഈ ഹൃദയപരമായ എമോഷൻസ്, കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഉണ്ടാകും വേറെ ഏതെങ്കിലും പ്രശ്നം നിമിത്തം. പക്ഷേ അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്ക് ആൾക്കാർ തിരികെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരോ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, കുറേ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു നെഗറ്റിവിറ്റി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സൊല്യൂഷൻ വരിക തന്നെ ചെയ്യും. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് നിരാശയിലിരിക്കുകയാണ്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രണയം, അത് നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പുതിയത് എന്തോ ഒന്ന് നിങ്ങളെ തേടി വരുന്ന എനർജിയും ഇവിടെയുണ്ട്. അകന്നിരിക്കുന്നവർ ചിലപ്പോൾ ഇവിടെ ഒന്നിച്ച് കൂടിച്ചേരുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷകരമായിട്ട് അവരുമായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നിരിക്കുന്നത് എന്താണ്, ട്രസ്റ്റാണ് പറയുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിക്കൂ. നിങ്ങളിവിടെ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ കരിയർ സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങളിത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് സാമ്പത്തികവും ജോലിയും വരും, സാമ്പത്തികവും വരും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? അതിനുവേണ്ടി നിങ്ങൾ വേണ്ടത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു എനർജി കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇവിടെ സ്ലോയിങ് ഡൗൺ, ആക്രാന്തം പിടിച്ച് ഒന്നിനും വേണ്ട, പതുക്കെ പോയാൽ മതി. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നല്ലേ പ്രമാണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പതിയെ ശ്രമിച്ചു നോക്കൂ. ക്ഷമയോടുകൂടി ശ്രമിക്കൂ. ക്ഷമയോടുകൂടി ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ധൃതി പിടിക്കാൻ പാടില്ല. നിങ്ങളിലേക്ക് അത് വന്ന് ചേരും. നിങ്ങൾക്കതിന് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വന്നു ചേരാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക, അതിനായിട്ട് നിങ്ങൾ അനുവദിക്കുക.
ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ തന്നെ വന്നു ചേരാനുള്ളത് വന്നു ചേരും. നിങ്ങൾക്കതിന് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് പ്രേ ചെയ്തിട്ടുണ്ടോ, നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, തീർച്ചയായിട്ടും അത് കുറച്ച് താമസിച്ചാൽ പോലും അത് നിങ്ങൾക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സുഖം ഒരു ദുഃഖം, മാറി മറിഞ്ഞാണല്ലോ ജീവിതം അല്ലേ? അപ്പോൾ ഒരു പരാജയം ഒരു വിജയം, അതാണ്. ഏതൊരു വിജയത്തിൻ്റെയും പിന്നിലൊരു പരാജയമുണ്ട്. ഏതൊരു പരാജയത്തിൻ്റെയും മുന്നോടിയായിട്ടൊരു വിജയം വരും. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിഷമകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ തള്ളിക്കളയുക തന്നെ വേണം, ലെറ്റ് ഗോ ചെയ്യുക തന്നെ വേണം. കൂടെ കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ടേണിങ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ. അതുപോലെ തന്നെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കുന്നു എങ്കിൽ അതിനൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. തൽക്കാലത്തേക്ക് ഉറച്ച് വിശ്വസിച്ച കാര്യമാണ്, പക്ഷേ അതിനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വഴി ഒന്ന് തിരിച്ച് പോകാം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അതിനുവേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ നടക്കുന്നില്ല. നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, അത് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു, പക്ഷേ അത് ഉടനെ സാധിക്കുന്നില്ല. എന്താണ് വേണ്ടത്? നിങ്ങളത് അല്പം ഒന്ന് മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഒന്ന് വഴിതിരിഞ്ഞ് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ എടുത്തിരിക്കുന്ന ഡിസിഷൻ കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കുക. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള ഒരു സോഴ്സ് അതിൻ്റെ ഉറവിടം നിങ്ങളിൽ തന്നെയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉറവിടം നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളത് ബുദ്ധിപൂർവ്വം ചിന്തിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് വന്നു ചേരാത്തത്. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെ ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ? 4 ഓഫ് സോർഡ്സ്, പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലാണ് പലരും എന്ന് കാണുന്നുണ്ട്. എന്തിനാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരാവശ്യവുമില്ല. തിങ്ക് ചെയ്യാതെ തന്നെയും, തിങ്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വരൂ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് ഓവർ തിങ്കിങ്? വെറുതെ എന്തിനാണ് സമയം കളയുന്നത്? ആ ഒരു സമയത്ത് കൂടി നിങ്ങൾക്ക് മറ്റെന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും നടന്നില്ല എങ്കിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ലൈഫ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരാവശ്യവും ഇല്ല. അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഒന്നും നിങ്ങൾ അവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അവർക്കുള്ളത് അവർക്ക് ലഭിക്കും. അവരുടെ കർമ്മം എത്രമാത്രമാണോ അവർക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. നിങ്ങളുടെ കർമ്മം എത്രമാത്രമാണ് അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. യൂണിവേഴ്സ് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയത്ത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതാണ് പറയുന്നത്. പിന്നെ കൂടുതൽ പ്രേ ചെയ്യുക, കൂടുതൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ബ്രേക്ക് ത്രൂ ആണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് നിഷ്പ്രയാസം അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. പല തരത്തിലുള്ള പ്രയത്നവും പല തരത്തിലുള്ള വർക്കുകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അതാണിവിടെ പറയുന്നത്. എലോൺനെസ് ആണ്. പലരും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രായമായി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളിൽ ഇവിടെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കെല്ലാവരുമുണ്ട്. ആദ്യം സ്വയം സ്നേഹിക്കുക, പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കൂ. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. സ്വയം സ്നേഹത്തിൻ്റേതായ എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി മനസ്സിൽ നിറയ്ക്കുക. എനിക്കെന്താണ് പ്രശ്നം? എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുണ്ട്. ആദ്യം ചിന്തിക്കേണ്ടത് ഇതാണ്.
എനിക്ക് നല്ലൊരു പ്യുവറായിട്ടുള്ള സോളുണ്ട്. പിന്നെ എന്ത് വിഷമം, എനിക്ക് മറ്റുള്ളവർക്കില്ലാത്ത പല കാര്യങ്ങളും പല കഴിവുകളും എനിക്കുണ്ട്. എനിക്ക് ദൈവം അത് തന്നിട്ടുണ്ട്, എനിക്ക് ദൈവം ഇത് തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകൾ എനിക്കുണ്ട്. ഞാൻ ഇതിന് വിനിയോഗിക്കും. ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഞാനിത് ഉപയോഗിച്ച് മുന്നോട്ട് പോകും എന്ന് സ്വയം പ്രതിജ്ഞ എടുക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ മനസ്സിൽ നിരാശയുണ്ട്, എനിക്കൊന്നും സാധിക്കത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആദ്യം. അതാണ് വിചാരിക്കേണ്ടത്. എനിക്ക് എല്ലാവരുമുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട്. എനിക്ക് മറ്റുള്ളവരോടും സ്നേഹമാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ മണിയെ സ്നേഹിക്കുന്നു, ഐ ലവ് മണി, മണി ലവ്സ് മീ. എന്നെ പണവും സ്നേഹിക്കുന്നു, ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഇതാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റിയാണ് മനസ്സിൽ നിറയ്ക്കേണ്ടത്. അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിച്ചു വരികയുള്ളൂ. അതാണ് വേണ്ടത്. അല്ലാതെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ദുഃഖമാണ്, കണ്ടില്ലേ? എന്തിനാണ് അനാവശ്യമായ ദുഃഖം? ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ട കാര്യമില്ല, ദുഃഖിച്ചിരിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. ദുഃഖങ്ങളെ നിങ്ങൾ ദൂരെ കളയൂ, ദൂരെ കളഞ്ഞിട്ട് സന്തോഷത്തെ വരവേൽക്കൂ. അതാണ് വേണ്ടത്. എനിക്ക് പല വിധത്തിലുള്ള കഴിവുകളുമുണ്ട്, ദൈവം എനിക്കെല്ലാം തന്നിട്ടുണ്ട് എന്ന് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി, നിറഞ്ഞ സന്തോഷത്തോടുകൂടി ചിന്തിക്കുക, ആലോചിക്കുക. അങ്ങനെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ നിറയ്ക്കൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാവൂ. ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല. വിഷമിച്ചിരിക്കേണ്ട യാതൊരവസ്ഥയുമില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ കൂടെ നിങ്ങളുടെ മുന്നിൽ എന്തൊരു പ്രകാശം തെളിയുന്നുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് ധൈര്യമായിട്ട് നടന്നുകൊള്ളൂ, ധൈര്യമായി മുന്നോട്ട് പോകാം. അതുതന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഫ്രണ്ട്ലിനെസ്സാണ്. കണ്ടില്ലേ? കൂട്ടുകെട്ട്, സുഹൃത്ത് ബന്ധം, നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ എന്താണ്, വളരെയധികം സന്തോഷത്തോടെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയുന്നത് ആരാണ്? നിങ്ങളെ നിങ്ങളുടെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിക്കുന്നത്, സഹായം അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്, യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളെ കൊണ്ടുവന്ന് കെണിയിൽപ്പെടുത്തുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ നടന്ന് പാര പണിയുന്നവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയും ഇവിടെ ചില കൂട്ടുകെട്ടുകളുണ്ട്, ചില സൗഹൃദങ്ങളുണ്ട്, ആത്മബന്ധമാണിവിടെ, സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇതാണ് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. നീ ഇല്ലാതെ എനിക്കൊരു നിലനിൽപ്പില്ല, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈഫ് മനോഹരമാകൂ, സുന്ദരമാകൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ലവേഴ്സ്, പാർട്ട്ണർ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായും സന്തോഷമായും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.